എല്ലാവരും ഞാനിതിൻ്റെ മുമ്പ് അപ്ലോഡ് ചെയ്ത കുനാഫയുടെ ഡോ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണൂ കേട്ടോ. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ആണത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. അപ്പം ഇത് കണ്ടവർക്ക് മനസ്സിലാകും വളരെ ഈസി ആയിട്ട് എത്ര പെട്ടെന്നാണ് നമുക്ക് ഈ ഒരു കുനാഫയുടെ ഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയതില്ലേ. അതും വീട്ടിലുള്ള നമുക്ക് എപ്പോഴുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ആ ഒരു ഡോ വെച്ചിട്ട് ഞാനിന്ന് അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലുള്ള കുനാഫയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ചീസൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുനാഫയുടെ ഡോ ആണിത്. ഇത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ, ഫ്രീസറിലല്ല, താഴത്തെ തട്ടിൽ. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം ഇത് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കണേ. ഒട്ടും എയറൊന്നും കയറാത്ത എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഇതുപോലൊരു സിപ്ലോ കവറിലോ ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ എത്ര മാസം വേണമെന്നുണ്ടെങ്കിലും അത് കേടുകൂടാണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡോ ഇത്തിരി നീണ്ടിട്ടാണ് കിടക്കുന്നത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഒന്നുകിൽ ഇതുപോലെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താലും മതി കേട്ടോ. അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ അതാ ഞാൻ നന്നായിട്ടിത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ വലിയ പീസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബട്ടറാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ ബട്ടർ നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ഡോയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ബട്ടർ ആ ഒരു ഡോയിൽ ഇങ്ങനെ പിടിക്കണ വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നെയ്യ് കൂട്ടരുത് കേട്ടോ, നെയ്യിൻ്റെ ഫ്ലേവർ ആവില്ല അതിന്. അപ്പോൾ നെയ്യിന് വേറൊരു ഫ്ലേവറാണല്ലോ, ബട്ടറിന് വേറൊരു ഫ്ലേവറും. അപ്പോൾ ബട്ടർ തന്നെ ചേർക്കണം കേട്ടോ, നെയ്യ് വേണ്ട. ബട്ടറിലാണ് ഇത് ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഈ ഒരു ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ബട്ടർ കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബട്ടർ ഒന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ കൈ വെച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കുമായിട്ടൊന്ന് ആക്കി കൊടുക്കുക. ഇപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടെ ബട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആകെ കൂടിയും 7 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാനിതിലേക്ക് ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ, അത് നിങ്ങളുടെ ആ ഒരു ഡോക്ക് അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്കിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. ഞാനിത് സ്റ്റൗവിൽ വെച്ചിട്ടാണ് കുനാഫ ചെയ്യണത്. ബേക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ കേക്ക് ടിന്നിൽ വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം, ബേക്ക് ചെയ്യണവർക്ക്. അപ്പോൾ ഞാനിവിടെ സ്റ്റൗവിൽ വെച്ചിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച ആ കുനാഫയുടെ ഡോ ഉണ്ടല്ലോ, ബട്ടറൊക്കെ തേച്ച് വെച്ചിട്ടില്ല, അതിൻ്റെ പകുതി എടുത്തിട്ട് ഈ ഒരു പാനിൻ്റെ ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ പകുതി എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അടിഭാഗത്ത് നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബൗൾ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനായിട്ടുള്ളൊരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കണം. അപ്പം അത് ഈസി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയെടുക്കണത്. അപ്പോൾ ഫില്ലിങ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് പാലാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കപ്പ് പാലിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കോൺഫ്ലവർ മിക്സ് ചെയ്യാനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ബാക്കി പാൽ നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റൗവ് കത്തിച്ചിട്ടില്ല കേട്ടോ. സ്റ്റൗവ് കത്തിക്കണതിൻ്റെ മുമ്പാണ് ഇത് ചെയ്യേണ്ടത്. ചൂടായി കിടക്കണ ആ ഒരു പാനിലേക്ക് പാലും ഈ ഒരു കോൺഫ്ലവർ പെട്ടെന്ന് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ആ ഒരു കോൺഫ്ലവർ കട്ട പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഒരു കോൺഫ്ലവർ നന്നായിട്ട് കലക്കി, ഒട്ടും കട്ടയില്ലാതെ കലക്കിയതിന് ശേഷം ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് സ്റ്റൗവ് കത്തിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കണം. പിന്നെ പഞ്ചസാര നമുക്കിപ്പോൾ 1 ടേബിൾ സ്പൂൺ മതി. ബാക്കി നമ്മൾ പഞ്ചസാര പാനി ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാല് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് കുറുകി വന്ന് തുടങ്ങുമ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്രീം ചീസാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ പല വിധത്തിൽ ഇത് ചെയ്യാറുണ്ട് കേട്ടോ. പല ചീസ് വെച്ചിട്ടും ചെയ്യാറുണ്ട്. മൊസറല്ല ചീസ് വെച്ചിട്ടും ചെയ്യാറുണ്ട്. ഇതിൽ തന്നെ മൊസറല്ല ചീസും കൂടെ ഇട്ടിട്ടും അങ്ങനെയും ചെയ്യാം നമുക്ക്. അപ്പോൾ മൊസറല്ല ചീസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാനിതിൻ്റെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കണ്ടിട്ട് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഈ ഒരു ക്രീം ചീസിന് പകരമായിട്ട് നമുക്ക് മൊസറല്ല ചീസ് വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഈ ഒരു ചീസ് ഇട്ട് കൊടുക്കുമ്പോൾ സ്റ്റൗവ് ഓഫ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ചീസൊക്കെ ഇതിന് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടില്ലേ ആ ഒരു കുനാഫേൻ്റെ ഡോ, അതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഇതൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള പകുതി ഡോ അല്ലേ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ, ബാക്കി പകുതിയും കൂടെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിന്ന് ഇതുപോലെയാണ് ഫില്ലിങ് ഉണ്ടാക്കിയത്. ഇതിന് പകരമായിട്ട് നമുക്ക് വെറും ചീസ് വെച്ചിട്ടും ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഈ ചീസൊന്നും ഇല്ലാതെ തന്നെ നട്ട്സ് മാത്രം വെച്ചിട്ടും ചെയ്യാറുണ്ട്. പിന്നെ പ്ലെയിനായിട്ടും ചെയ്യാറുണ്ട് കേട്ടോ ഈ ഒരു കുനാഫ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. പിന്നെ ഈ ഒരു ചീസ് വെച്ചിട്ടില്ലേ കുനാഫയൊക്കെ കഴിക്കുമ്പോൾ ചൂടോടുകൂടെ തന്നെ കഴിക്കുക. നട്ട്സൊക്കെ ആണെങ്കിൽ കുറച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പം ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ബാക്കി വന്ന കുനാഫയുടെ ഡോവും കൂടെ നല്ല പോലെ അങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തില്ലേ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തില്ലേ, അതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് ഞാനൊരു ദോശത്തവ ചൂടാക്കിയെടുത്തതാണ്. ദോശത്തവയുടെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നേരിട്ട് തീ ചെന്നാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ചൂട് തട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദോശത്തവൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ കുനാഫ അവിടെ റെഡിയായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ കുനാഫ വാങ്ങിക്കുമ്പോൾ നല്ല മധുരത്തിലായിരിക്കും കിട്ടുക. പിന്നെ നമുക്ക് എക്സ്ട്രാ ഷുഗർ സിറപ്പ് അവർ തരുകയും ചെയ്യും ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ. അപ്പോൾ അത്രയും മധുരം ഇഷ്ടപ്പെടുന്നവർ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 കപ്പ് പഞ്ചസാര എടുക്കുകയാണെങ്കിൽ ഒരു 1.25 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അതിൻ്റെ ഇടയിൽ നമ്മുടെ കുനാഫ ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെച്ച് കൊടുക്കണം. ദോശക്കല്ലിൻ്റെ ഏത് ഭാഗത്താണ് നല്ല ചൂടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരുപോലെ വേവായി കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴായിരിക്കും ഒരേ കളറിൽ നമുക്ക് കുനാഫ കിട്ടുക. അപ്പോൾ നമ്മുടെ പഞ്ചസാര സിറപ്പിൻ്റെ ആ ഒരു പഞ്ചസാര ഇങ്ങനെ അലിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിലേക്കൊരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഷുഗർ നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാണല്ലോ ഇപ്പോൾ കിടക്കുന്നത്, അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് വെക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയാവും. ഇതൊരു നൂൽപ്പരുവെന്നുള്ളൊരു ആ ഒരു പരുവൊന്നുമില്ല, അത്രയും മതി. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി ഈ ഒരു പഞ്ചസാര അലിഞ്ഞതിന് ശേഷം. പിന്നെ നമ്മുടെ ഷുഗർ സിറപ്പിന് ഒരു ഫ്ലേവർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ റോസ് വാട്ടർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇവിടെ ആ ഒരു റോസ് വാട്ടറിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ റോസ് വാട്ടർ ഒഴിക്കണില്ല. പിന്നെ ഏലക്കായ ഒന്നും ഇടണ്ട കേട്ടോ. ഏലക്കായ ഇട്ടാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഏലക്കായൻ്റെ ഫ്ലേവർ അല്ല അതിന്. റോസ് വാട്ടർ ആണെങ്കിൽ കുഴപ്പമില്ല, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ ആയിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1/2 മണിക്കൂർ ലോ ഫ്ലെയിമിലിട്ടിട്ടായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നോക്കണം കേട്ടോ, അത് നമ്മുടെ വിചാരിക്കണ ആ ഒരു കളറ് കിട്ടിയിട്ടുണ്ടോയെന്ന്. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങുമ്പം നമുക്കിത് മറിച്ചിടണം. അതിൻ്റെ മുകൾ ഭാഗം കൂടെ ആ ഒരു കളറിൽ ആക്കിയെടുക്കണം. പിന്നെ ചിലരുണ്ട് ഇതിന് ഓറഞ്ച് ഫുഡ് കളർ ചേർക്കുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫുഡ് കളറ് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വേറൊരു പാനിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഈ സെയിം പാനിൽ തന്നെ കുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇതിങ്ങനെ നോക്കിയപ്പം കണ്ടോ, അതിൻ്റെ സൈഡ് ഭാഗം ഒരിത്തിരി കൂടുതൽ ബ്രൗൺ കളറായി
തോന്നി എനിക്ക്. അപ്പോൾ ഇനിയും ആ ഒരു പാനിൽ തന്നെ വെച്ചാൽ അത് കരിഞ്ഞു പോവും. അതുകൊണ്ട് ഒരു ഇത്തിരിയും കൂടെ വലിയ പാനിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ മുകൾ ഭാഗം മാത്രമാണല്ലോ ഗോൾഡൻ ബ്രൗൺ കളറാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊരു വലിയ പാനിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി ഇതും ഏകദേശം ഒരു 20 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ കുനാഫ റെഡിയാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. എങ്കിൽ ഒരുപോലെ ഒരേ കളറിൽ നമുക്ക് കിട്ടുള്ളൂ കുനാഫ. ഒരു 25 മിനിറ്റിന് ശേഷം നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ഷുഗർ സിറപ്പ്, അത് ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അത് നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ഷുഗർ സിറപ്പ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാരയും ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ടാക്കിയ ഷുഗർ സിറപ്പാണിത്. അത് നമുക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ കുതിർന്ന് വരും. എങ്കിലും ആ ഒരു ക്രിസ്പിനെസ് അങ്ങനെ പോകുന്നില്ല കേട്ടോ. അപ്പം തന്നെ കഴിക്കുകയാണെങ്കിൽ പോകുന്നില്ല. നല്ല ടേസ്റ്റോട് കൂടെ തന്നെ കഴിക്കുകയും ചെയ്യാം. പഞ്ചസാരപ്പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇതില്ലയെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. സാധാരണ നമ്മൾ കുനാഫൊക്കെ വാങ്ങിക്കുമ്പം കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ ഞാനിവിടെ പിസ്ത ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തത്, ഒന്ന് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തതാണ്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഭംഗിയും കിട്ടുമല്ലോ. അപ്പം പിസ്ത അല്ലെങ്കിൽ ബദാമോ അല്ലെങ്കിൽ കാഷ്നട്ടോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വാങ്ങിക്കണ പോലെ തന്നെയാണ് കേട്ടോ, അതേ ടെക്സ്ചർ തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതിൻ്റെ ഡോ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ കുനാഫ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സും പറയണം കേട്ടോ, എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള കുനാഫ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പുറം ഭാഗം നല്ല ക്രിസ്പി തന്നെയാണ് കേട്ടോ. ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ടും പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും നല്ല മധുരത്തിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ കുനാഫയുടെ ഡോ ഇപ്പോൾ നാട്ടിലും ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ നല്ല ക്യാഷാണിത് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇനി ഷോപ്പിൽ നിന്നൊന്നും വാങ്ങിക്കണ്ട, നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും പുതിയ നല്ല റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.